ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു 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 ക്രിക്കറ്റർ ഈ ഗ്രീൻ ഗ്രൗണ്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനാണെന്ന് വിചാരിക്കും. പക്ഷേ അറിയാം ഇപ്പോൾ ക്രിക്കറ്റർ വലിയ സിനിമാ താരമൊക്കെയാണ്. ആരാന്ന് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ശ്രീശാന്ത് വലിയ സിനിമ തരൊന്നുമല്ല. നമസ്കാരം എല്ലാവർക്കും. ഞാനൊരു എന്താ പറയുക, കിൻഡർ ഗാർഡനിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി അച്ഛനും അമ്മയൊക്കെ കൈവെടുത്ത് ടീച്ചർമാരൊക്കെ പഠിച്ച് വളർത്തുന്നയാളാണ് നായകനൊക്കെ ആകാൻ പറ്റുള്ളൂ. ആദ്യത്തെ പടമാണ്. അപ്പോൾ ഇത്രയും ലെജൻസ് ഒക്കെ ഉള്ള ഒരു ഫീൽഡിലേക്ക് വരാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനൊക്കെ സമ്മതിച്ച് പറ്റും ആ ധൈര്യം. നിങ്ങൾ കാണണം. പിന്നെ നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഇങ്ങനെ സക്സസ്ഫുൾ ആക്കാനും ഫേമസ് ആക്കാനും വളരെ നന്ദി. മാംഗോ റേഡിയോ മാംഗോ ഇസ് ദ ബെസ്റ്റ്. ആക്ച്വലി ശ്രീശാന്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാദങ്ങൾ, മലയാള സിനിമ വിവാദങ്ങളിൽ നിൽക്കുന്ന സമയത്താണ് എൻട്രി നടത്താൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു വിവാദങ്ങളുടെ ഇടയിലുള്ള എൻട്രി? എൻ്റെ പേര് തന്നെ കോൺട്രവേഴ്സ്യൽ ശ്രീശാന്ത് എന്നായിരുന്നു. ഇടയ്ക്ക് കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ ശ്രീശാന്ത് ഉള്ളൂ. അങ്ങനെയായിരുന്നു ഇടയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്. നമ്മൾ 5 വിക്കറ്റ് എടുത്താലും നമ്മുടെ സ്വന്തം ടീമിലെ ക്യാപ്റ്റൻ തന്നെ പറയുന്നത് അവനെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേപ്പർ പ്രസ് കോൺഫറൻസിൽ പോലും പറഞ്ഞു വിടാറില്ല. അങ്ങനത്തെ ഒരു ക്യാപ്റ്റനായിരുന്നു എനിക്ക്. നിങ്ങളെല്ലാവരും ആരാധിക്കും, നമ്മളെല്ലാം ആരാധിക്കുന്നു, നമ്മുടെ എല്ലാം സ്വന്തം മഹേന്ദ്ര സിംഗ് ധോണി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ അവിടെ നിന്ന് ഉള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം അഭിനയം ഒരു പുത്തിരിയല്ല. കാരണം 8 വർഷം ഇന്ത്യ കളിച്ചതിന് ശേഷം എന്താ പറയുക, അങ്ങനെയാണെങ്കിലോ ഇപ്പോൾ ക്രിക്കറ്റ് കളത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് ആറ്റ് എന്നൊക്കെ കേൾക്കുന്ന സ്ഥലത്ത് ഇവിടെ അല്ല, അത് അഭിനയമല്ല. പക്ഷെ അതൊക്കെ കേട്ട് വളർന്ന നമ്മുടെ ശ്രീശാന്ത് ഇപ്പോൾ കേൾക്കുന്നത് സ്റ്റാർട്ട്, ആക്ഷൻ, ക്യാമറ റോളിംഗ്. പിന്നെ എന്താണ് ശ്രീശാന്ത് കിടുകിട വിറയ്ക്കും. സത്യം പറയട്ടെ, ആദ്യത്തെ എൻ്റെ ടേക്ക് ഞാനൊരു പൂജാ ഭട്ട് മഹേഷ് ഭട്ട് സാറിൻ്റെ ഒരു ക്യാബ്രി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ഫസ്റ്റ് ടേക്കിൽ കൈ ഇങ്ങനെ ഒരു ചെസ് ബോർഡിൻ്റെ സീനായിരുന്നു. അതിങ്ങനെ ഇടന്ന് വിറക്കിയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ സ്റ്റൈലിൽ മേക്കപ്പൊക്കെ ഇട്ട് റിഹേഴ്സലിലൊക്കെ നല്ലോണം ചെയ്തു. അപ്പം ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ഒക്കെ ആയിരുന്നു. ഇതുപോലെ തന്നെ റോളിങ് ആക്ഷൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് വേറെ സംഭവമാണ്, ക്രിക്കറ്റ് അല്ല. കുറേ പാടുപെടേണ്ടി വരുന്നു. അപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. പിന്നെ കുറേ നാൾ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് മാത്രമല്ല ഒബ്സർവ് ചെയ്താലും കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, ഗോഡ്സ് ഗ്രേസ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ഒരു പടം കുറേ നാളായി നമ്മൾ കാണുന്നു, ഇതിൻ്റെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതിലൊരു പാട്ടൊക്കെ ഇറങ്ങി, ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഇറങ്ങി. അത് സൂപ്പർ ഹിറ്റായിട്ട് യൂട്യൂബിൽ പോകുന്നുണ്ട്. ശനിയാഴ്ച പറഞ്ഞത് സെക്കൻഡ് സാറ്റർഡേ ഇല്ല, 2 ശനിയാഴ്ചയാണുള്ളത്. ശനിയാഴ്ച. അല്ല, എന്ത് പറ്റി പിന്നെ കുറേ അങ്ങ് ലേറ്റ് ആയത്? ഈ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റ് ആയോ? ഈ പടം ഞങ്ങൾ മലയാളത്തിൽ മാത്രമല്ല, പഞ്ചാബി, ഭോജ്പുരി, ബംഗാളി ഒക്ടോബറിൽ ഇറങ്ങണം. പിന്നെ തമിഴ്, തെലുഗു 21-ാം തീയതി ഇറങ്ങുന്നു. മലയാളം. അപ്പം ഇതെല്ലാം ഡബ് ചെയ്ത് പ്രൊഡ്യൂസർ കാശില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ടേ. അതെ അതെ, ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അത് ഇങ്ങനെ റേഡിയോയിൽ നോണ പറയണ തെറ്റല്ലേ? അല്ലേ? അല്ല മലയാളത്തിൽ മലയാളത്തിലെ ശ്രീശാന്ത്, ശ്രീശാന്ത് മലയാളം തമിഴിലും ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണ് പ്രൊഡ്യൂസർ ഇടണമെന്ന് അറിയില്ല. എന്നാലും തമിഴ് 2 ഡയലോഗ് ഒന്ന് നോക്കട്ടെ, കേൾക്കട്ടെ. തമിഴിൽ എൻ്റെ ഉള്ളതാണോ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ നോണ കണ്ടുപിടിച്ച് ലൈവ് കണ്ട അത് പറ്റിച്ചു തന്നെ. ഞാൻ ബാഹുബലി എന്നല്ലേ. എന്താ തമിഴിൽ എന്ത് ഡയലോഗ് വേണ്ട മോനെ? റൊമാൻസോ? റൊമാൻസ് മഞ്ജുവിന് റൊമാൻസ് വരുന്നില്ല, പക്ഷേ എനിക്ക് റൊമാൻസ് വരുന്നില്ല. അയ്യോ, എന്താണ് മഞ്ജു? ഞങ്ങളൊന്ന് നോക്കട്ടെ ശ്രീശാന്തിന്റെ ഒരു ആക്ടിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് കാണട്ടെ. സിനിമയിൽ കാണുന്നതിന് മുന്നേ വരുത്തി ഇത് ഞാൻ ഇതിനൊക്കെ റിഹേഴ്സലും പ്രാക്ടീസൊക്കെ വേണം. ഞാനൊരു ക്രിക്കറ്ററാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരിക്കലും ഇന്ത്യക്ക് കളിക്കുമ്പോൾ നാം ചുമ്മാ റാൻഡത്തിൽ പോയി വന്ന് കളിച്ചോളാൻ പറഞ്ഞാൽ കളിക്കാൻ പറ്റില്ല. അതിൻ്റെതായ പ്രാക്ടീസ്. ഇപ്പോൾ ഓസ്ട്രേലിയ പോകണം, ഓസ്ട്രേലിയൻ വിക്കറ്റ് പോയി പ്രാക്ടീസ് ചെയ്യണം. കുറേ പ്രാക്ടീസ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ടേക്ക് ചെയ്യുള്ളൂ. ഞാനത് ലാൽ സാർ അങ്ങനെയുള്ള കുറേ ആളുകളിൽ നിന്ന് പഠിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാമുള്ളൂ, അല്ലേ? റാൻഡമായിട്ട് എനിക്ക് ചെയ്യാൻ അറിയില്ലെന്ന്. അതിനിപ്പോൾ മോൻ ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ച് കാണിച്ചു തന്നാ ഇപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അഭിനയിക്കേണ്ട രീതി അഭിനയിച്ച് കാണിക്കും. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ജസ്റ്റ് മഞ്ജു സുഖമല്ലേ മഞ്ജു? എന്തൊക്കെയുണ്ട് വിശേഷം മഞ്ജു? ഫസ്റ്റ് എന്നെ കൈ കയറി പിടിച്ചു. ഓക്കെ, കുഴപ്പമില്ല. നാച്ചുറലി പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഈ റൊമാൻസ് തന്നെ ഒന്ന് എടുക്കൂ. എങ്ങനെയായിരുന്നു മൂവിയിലൊരു? എനിക്ക് ഗൾറാനിയായിട്ടുള്ള റൊമാൻറ്റിക് സീൻസ് സത്യം പറയാമല്ലോ. എനിക്ക് ഞാനൊരു ഓൾമോസ്റ്റ് ഒരു യങ്ങർ സിസ്റ്റർ പോലെയാണ് കരുതുന്നത്. കാരണം വെൻ ഷി വാസ് 15 ഷി വാസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പം സെയിം ഫ്രണ്ട് സർക്കിളാണ് ബാംഗ്ലൂരിൽ. അപ്പം
നിക്കൊന്നും സിനിമയിൽ വരുന്ന പോലെ നമ്മളപ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ല. നിക്കിയുടെ ചേച്ചി സഞ്ജന എന്ന നായികയ്ക്കായിരുന്നു. അപ്പം അവരുടെ പിന്നെ പങ്കജ് അദ്വാനി വേൾഡ് സ്നൂക്കർ ചാമ്പ്യൻ. അപ്പോൾ നമ്മളൊക്കെ ഒരു റോബിൻ ഉത്തപ്പ നമ്മളൊക്കെ ഒരു സെയിം ഫീൽഡിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നിക്കി പെട്ടെന്ന് 1983 സൈൻ ചെയ്യുന്നു, താരമാകുന്നു. പിന്നെ എല്ലാ പടങ്ങളും മിക്കതും വെളിമോ അങ്ങനെ കുറേ പടങ്ങൾ ലക്കി ഗൾറൺ എന്നൊക്കെ പേര് വരുന്നു. അപ്പോഴൊക്കെ ജസ്റ്റ് ഇങ്ങനെ ന്യൂസ് ഓക്കെ വൺസ് ഇൻ എ വൈൽ ഒരു കോൺവെർസേഷൻ അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയാണ് ഐ തിങ്ക് ഐ എം ഡൂയിങ് എ മൂവി വിത്ത് യു എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇനി അത് പക്ഷെ സിനിമയിൽ അങ്ങനെ റൊമാൻസ് എന്നുള്ളൊരിതിലില്ല. പക്ഷേ എങ്കിലും ഫ്രം എ സിസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു ബ്രദേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ പെട്ടെന്നൊരു സിസ്റ്റർ നോക്കി ഐ ലവ് യു എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എന്തോ എന്താ പറയണത് നമ്മൾ റിഹേഴ്സലും എന്താ പറയണ ആ ഒരു അതാണല്ലോ മൂവീസ് അല്ലേ, നന്നായ സീനില്ലായിരുന്നെങ്കിൽ ഒരു കട്ട് ചെയ്യും വീണ്ടും റീടേക്ക് ചെയ്യും. ക്രിക്കറ്റ് ആണെങ്കിൽ റീടേക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറേ പ്രശ്നം. ഞാനൊന്ന് റീടേക്കുള്ള ക്രിക്കറ്റാണെന്ന് ആലോചിച്ചു. എന്ത് നല്ല സ്വഭാവമായിരിക്കും. അല്ല ഞാൻ ആലോചിക്കുക ഈ അടുത്ത് ശ്രീശാന്തിൻ്റെ ഫേസ്ബുക്കിൽ കയറിയപ്പോഴത്തേക്ക് ഒരു ഞെട്ടിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ടീം 5 ആശംസയൊക്കെ പറഞ്ഞുകൊണ്ട് ഹൃതിക് റോഷൻ നിൽക്കുന്ന ഒരു വീഡിയോ. വിവേക് ഒബ്രോയ് ഉണ്ട്. ഞാൻ ഹൃതിക്കിനെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. വിവേക് ഒബ്രോയ് ഉണ്ട്, BVS ലക്ഷ്മൺ ഉണ്ട്, പിന്നെ ആരൊക്കെയായിരുന്നു, ഇർഫാൻ ഉണ്ട്, പിന്നെ നീൽ നിതിൻ, സോനു സൂദ്, അങ്ങനെ ഒരുപാട് പേര്. ഇതാണ് ക്രിക്കറ്ററൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര്. എന്റെ അടുത്ത പടത്തിലെ നായിക അക്സർ 2 ഇനി വീണ്ടും പ്രൊമോഷൻ കൊച്ചിയിൽ സരീം ഖാൻ്റെ കൂടെ വരണ്ടേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കാരണം എല്ലാവരുടെ കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് ചെന്ന് സ്ക്രിപ്റ്റ് കൊടുത്ത് ദേവാനുഗ്രഹ സ്ക്രിപ്റ്റ് കൊടുത്തല്ല ഋതിക് റോഷന് ഞാൻ സ്ക്രിപ്റ്റ് എടുത്ത് മോൻ ഇതൊന്ന് പറഞ്ഞുതരാം. ശരി, ഇതെന്താ എന്താണ് ദേവാനുഗ്രഹം? കാരണം ഇന്ത്യ കളിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ 2 വേൾഡ് കപ്പ് ജയിച്ചതിൻ്റെ കുറേ ഫ്രണ്ട് സർക്കിളുണ്ട്. അതുമാത്രമല്ല നമ്മൾ ബോംബെ, ഞാൻ കഴിഞ്ഞൊരു 4 ഇയേഴ്സായിട്ട് ബോംബെയിലാണ് സെറ്റിൽഡ്. ബട്ട് അത് മോർ ദാൻ ദാറ്റ് എനിക്ക് തോന്നുന്നു 2005 തൊട്ടുള്ള ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു പാർട്ടി സീൻ എന്ന് വേണമെങ്കിൽ പറയാം. ചിലർ പാർട്ടി ചെയ്യുമ്പം പണ്ട് തന്നെ കുറേ ക്രൂശിച്ചിട്ടുണ്ട്, ഇങ്ങനെ പാർട്ടി ചെയ്ത് നടന്നോടാ. പക്ഷേ ഈ പാർട്ടി ചെയ്ത സമയത്താണ് ഈ ഫ്രണ്ട് സർക്കിൾ വളരെ ഇമ്പ്രൂവ് ആയത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കാം. അതുമാത്രമല്ല മേ ബി ദേ ഹാവ് സീൻ ദ സ്ട്രഗ്ലിംഗ് ഫേസ് ഓഫ് ശ്രീശാന്ത് ആൻഡ് ദേ വോണ്ട് ടു സപ്പോർട്ട്. അപ്പം ജെന്യൂൻലി വരുന്ന ആ സപ്പോർട്ട് കിട്ടാൻ എനിക്ക് ഗോഡ്സ് ഗ്രേസ്. അപ്പം എന്തായാലും വളരെ നന്ദിയുണ്ട്. ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ എങ്ങനെയാണ് ഞാൻ വിട്ടേ. ഈ മൂവിയിൽ ഒരു ബേസിക് തീം എന്ന് പറയുന്നത് റേസ് തന്നെയാണ്, ബൈക്ക് റേസ്. അല്ലല്ല, ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, ബൈക്ക് സ്റ്റൺസ്, പിന്നെ ബൈക്ക് റേസ് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. എല്ലാവരും നമ്മുടെ തെറ്റിദ്ധരിക്കാറും നമ്മുടെ ട്രെയിലറും സത്യം പറയാമല്ലോ നമ്മൾ ശരിക്കും തെലുഗു അല്ലെങ്കിൽ തമിഴ് ട്രെയിലർ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. ഒരു എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അഖിൽ എന്നാണ്. അഖിലിന് അച്ഛനില്ല, അപ്പോൾ അമ്മ ലോൺ എടുത്ത് തരുന്ന ഒരു ബൈക്ക്. കുറേ ആളുകൾ എൻ്റെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ കുറേ സാമ്യമുള്ള കുറേ സീൻസ് ഉണ്ട്. പിന്നെ പേളി എൻ്റെ അനീജിത്തിയായിട്ടാണ്. അപ്പം പേളി ഞാൻ നമ്മൾ ഒരു ചേട്ടനും ഒരു വീട്ടിലെ ചേച്ചിയും അനിയനും അല്ലെങ്കിൽ ചേച്ചിയും ചേട്ടനും ഒക്കെ ഉള്ള നമ്മളൊരു റിലേഷൻ, അതൊക്കെ കുറേ പേര് എനിക്ക് തോന്നുന്നു ആസ് എ ശ്രീശാന്ത് എന്ന് പറഞ്ഞ് കാണാൻ വന്നാലും എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ ദർ ഇസ് എ സ്റ്റോറി ടു ഇറ്റ്. എന്നെ ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ ശ്രീശാന്ത് എന്താ നോക്കി കളയാന്നുള്ളതിന് വരും. ഇഷ്ടമല്ലാത്തൊരു പറയാം അവൻ എന്താ കാണിച്ചിട്ടുണ്ടോ എന്തായാലും കണ്ടിട്ട് പോകണ്ടേ എന്ന് പറഞ്ഞ് വരും. എങ്ങനെയും വന്ന് സിനിമ കണ്ടാൽ മതി. തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷണൽ അഡ്വഞ്ചറസ് മൂവിയാണ്. നമ്മുടെ തീം തന്നെ അഡ്വഞ്ചർ ഇസ് നോട്ട് എ ക്രൈം, ഇറ്റ്സ് എ സ്പോർട്ട് എന്നാണ്. അപ്പം അതായിരുന്നു എന്നെ അട്രാക്ട് ചെയ്ത ഏറ്റവും ഒരു വലിയ ക്വാളിറ്റി ആ സിനിമയുടെ. അപ്പം എൻ്റെ ഒരു ആഗ്രഹവും തീർച്ചയായിട്ടും അഡ്വഞ്ചർ അല്ലെങ്കിൽ റേസ്, ബൈക്കുകൾ ഇഷ്ടമല്ലാത്ത ആരുമില്ല. ഇപ്പോൾ പെൺകുട്ടികൾ തന്നെ ബൈക്ക് റേസ്. ഇപ്പോൾ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ പേളി, നിക്കി വരെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ റേസിംഗ് സിറ്റുവേഷനിൽ ക്ലൈമാക്സ് സീനിൽ നിക്കി ഫാദർ വന്നിരുന്നു. അപ്പോൾ ഫാദറിനെ വാനിറ്റി വാനിന്ന് സെറ്റിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ടാണ്. അപ്പോൾ നിക്കി ഈസ് ഓൾസോ റൈഡർ. നിക്കി സിനിമയിൽ അങ്ങനെയുള്ള ആൾക്കാർ നോക്കി സെലക്ട് ചെയ്താൽ തോന്നുന്നു പേളി യെസ്. കാരണം ഷീസ് ബബ്ലി ആൻഡ് എന്താ പറയണേ, ഷീസ് വെരി സിസ്റ്റർ. നമ്മൾ പേളിയുടെ അറൗണ്ട് നിൽക്കുന്ന ഒരു സിസ്റ്റർ ഫീലാണ്. കാരണം ഒരു ബോയിഷ് അല്ലെങ്കിൽ ഒരു യുനോ ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പേളി മേഡ് എ ബിഗ് ഡിഫറൻസ്. ആൻഡ് നിക്കി ഷുവർലി ബിക്കോസ് ആസ് എൻ ആക്ടർ. പിന്നെ നിക്കിക്ക് ഒരു പേരുണ്ട്. പ്ലസ് മോസ്റ്റ് ഓഫ് ദ മൂവീസ് തമിഴിലാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ തമിഴിൽ എൻ്റെ തന്നെ ഫ്രണ്ടിൻ്റെ ഒപ്പം വിഷ്ണുവിൻ്റെ കൂടെ അഭിനയിച്ച് 100 ദിവസത്തിൽ കൂടുതൽ ഓടി. അപ്പോൾ ഷീസ് ഓൾമോസ്റ്റ് ഫിനിഷ് 20-25 മൂവീസ്. എൻ്റെ അത് ഓൾമോസ്റ്റ് 19-20 ഹിറ്റ്സ് ആണ്. അപ്പം അങ്ങനെ ഒരു ആക്ട്രസിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിലും വളരെ ഭാഗ്യമായി കരുതുന്നു. ചെറുപ്പത്തിൽ ബൈക്ക് റേസ് നടത്തിയതിൻ്റെ അതൊക്കെ ഏകദേശം അറിയാം. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കുറേ ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ആ ബൈക്ക് സ്റ്റണ്ടും ബൈക്ക് റേസും കാണുമ്പോൾ കുറേ നമ്മുടെ അമ്മ പറയുന്ന കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട്. അത് ആ ട്രെയിലർ കാണിക്കുന്നുണ്ട്. പക്ഷേ
അതിലും എൻ്റെ അമ്മാവൻ കുറേ എനിക്ക് തോന്നുന്നു കുറേ ഇപ്പോൾ തന്നെ ബൈക്ക് ഓടിച്ച് കോളേജിൽ പോകുന്നവരുടെ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ കുറേ സീനുകളിൽ എന്തായാലും ഡയറക്ടർ കറക്റ്റായിട്ട് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഒരു ശ്രീശാന്ത് എന്ന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഒരു പല പല വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടുണ്ട്. പിന്നെ ഒരു വില്ലൻ, ഒരു ഭയങ്കര സ്ട്രോങ് വില്ലനുണ്ട്. നമ്മുടെ എന്താ പറയുക വിജയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അക്ഷയ് കുമാറിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പരിസരത്തുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുവാണ്. വരൂ വില്ലൻ ഒന്ന് പരിചയപ്പെടട്ടെ അല്ലേ? സുന്ദരനായ വില്ലൻ. ഇനി കുറച്ചു നേരം ഞാൻ ഇവിടെ നിൽക്കാം. സുന്ദരനായ വില്ലന് മലയാളം അറിയാമോ? തീർച്ചയായും. എന്നതാ പേര്? സുമേഷ് കൃഷ്ണൻ. സുമേഷ് കൃഷ്ണനെ കുറിച്ചിട്ട് ശ്രീശാന്ത് എന്താ പറയുന്നത്? സുമേഷ് കൃഷ്ണൻ is a very talented and very good looking and very hot villain. എനിക്ക് തോന്നുന്നു അതുമാത്രമല്ല നല്ല നല്ല ആക്ടേഴ്സിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം there was so much to learn. ഒബ്സർവ് ചെയ്താലും there was so much to learn from him. കണ്ടോ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ഇത് വിശ്വസിക്കില്ല. പക്ഷെ ഇവർക്കറിയില്ല നമ്മുടെ ക്രിക്കറ്ററിൻ്റെ ടെക്നിക്ക് അറിയില്ലല്ലോ. ഒരു ബാറ്റ്സ്മാൻ നമ്മൾ എത്ര പൊക്കി പറഞ്ഞാലും ബാറ്റ്സിനെ എറിഞ്ഞിടണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. വിനയമാണ്. ഇതിപ്പോ മലയാളത്തിലെ ഫസ്റ്റ് മൂവി, മലയാളത്തിലെ ഫസ്റ്റ് ഡെബ്യൂ ആസ് എ വില്ലൻ എന്ന് പറയാം. അല്ലാതെ I've done small parts in Malayalam, but then more than that തമിഴിലും ഹിന്ദിയിലാണ് ചെയ്തിട്ടുള്ളത്. വിജയുടെ കൂടെ തുപ്പാക്കിയിലുണ്ടായിരുന്നു ആൻഡ് അജിത് സാറിൻ്റെ കൂടെ ആരംഭത്തിലുണ്ടായിരുന്നു. ആൻഡ് ഐ ഡിഡ് സ്പെഷ്യൽ ചബ്ബീസ് വിത്ത് അക്ഷയ് കുമാർ. തുപ്പാക്കിയിലൊക്കെ കണ്ടൊരു മുഖം പരിചയം ഓർമ്മ വരുന്നില്ല. So and then as Srishant says that I've done films with big names, so it's like Vijay and Tala Ajit and of course അല്ല ആക്ടർ ലിസ്റ്റിൽ ഇവിടെ അല്ല. ഞാൻ ഇപ്പോഴും വിനയത്തോട് പറഞ്ഞതല്ല. ഞാൻ ഇപ്പോഴും കിൻഡർഗാർട്ടൻ, ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി കലാതിലകവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ആർട്സിനോടധികം ഞാൻ ഇൻട്രസ്റ്റ് എന്നല്ല, ആർട്സിലേക്ക് പോകുന്നത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട്ടിൽ. അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് മ്യൂസിക് വിത്ത് ആർട്സ്. ഡാൻസൊക്കെ ചുമ്മാ തട്ടിപ്പ് ഡാൻസ് അല്ലാണ്ട് മര്യാദക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡാൻസ് ടീച്ചർ വന്ന് പഠിപ്പിച്ച് എഫേർട്ട്, അതല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതാണ് ഇപ്പോൾ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ റൊമാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, എനിക്ക് ചെയ്യണേനെ കുഴപ്പമില്ല. പക്ഷേ ആ മിസ്റ്റേക്ക് ആദ്യമേ അങ്ങ് എല്ലാം റിഹേഴ്സൽ കഴിഞ്ഞ് പിന്നെ ചാടക്ക് വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാമല്ലോ. എന്താ മോളെ, ഇനി നമ്മളുടെ കൂടെ ഒരു വില്ലനും കൂടെ ഉണ്ട്. ശ്രീശാന്ത് ഒറ്റയ്ക്കല്ല, ഹീറോ മാത്രമല്ല, നിറയെ വില്ലന്മാരായിട്ട് കൂട്ടുകാരനാണ്, ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടൊക്കെ. സോറി, തമിഴില് ഒരു സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ് അദ്ദേഹം. എന്നാ ക്ഷണിക്കാം. ആനന്ദ്. ഹായ് ആനന്ദ്. അടിപൊളി. ഞാൻ എപ്പോൾ ഷെയ്ക്കാൻ കൊടുത്താലും എല്ലാവർക്കും ഇങ്ങനെ ആയി പോകുമല്ലോ. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ മോഡലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 10-30ഓളം ആഡ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടീം 5 ഇപ്പോൾ ആദ്യത്തെ മൂവിയാണ്. അപ്പം ഈ 5 ബൈക്ക് സ്റ്റൻഡേഴ്സിൽ ഒരാളുടെ ക്യാരക്ടറാണ് ചെയ്യണത്. ശ്രീയുടെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഇപ്പോൾ ഒരു തമിഴ് മൂവി ഷൂട്ട് കഴിഞ്ഞിപ്പോൾ ജസ്റ്റ് ഈ ലാസ്റ്റ് വീക്ക് അതിൻ്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത മൂവി നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. ശ്രീശാന്തുമായിട്ട് തുടങ്ങുന്നത് 2 ഡയലോഗ് പറയുന്നത് ഇവനും ദേവ് എന്ന് പറഞ്ഞൊരു പയ്യനും കൂടെയാണ് സിനിമ തുടങ്ങുന്ന. ബൈക്ക് ടീം 5 അങ്ങനെ അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഐശ്വര്യമാണ് ഫിലിമിന്റെ ഒരു സക്സസ് ആണോ? വലിയൊരു ഭാരമാണ്. അല്ല, അത് ശ്രീ ഡബിങ്ങിന് പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞടാ നമ്മുടെ പടത്തിന് ദൃഷ്ടിദോഷമൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സീനിൽ തന്നെ നിന്നെ വെച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയാലും ശ്രീയുടെ കൂടെ അഭിനയിച്ചിരിക്കുക. അതെ. ഈ ശ്രീശാന്തിന് ഏറ്റവും പാടായിട്ട് ഫീൽ ചെയ്ത, ഏറ്റവും ടഫായിട്ട് ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ ഏതാ ഫീൽ ചെയ്തത്? ശ്രീശാന്തിന് പാടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. എല്ലാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഭയങ്കര ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ശ്രീ കരയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ പാടുള്ളൊരു സംഭവമാണ്. ഗ്ലിസറിനൊക്കെ ഇട്ടാണ് നമ്മളൊക്കെ കരയുന്നത്. ഗ്ലിസറിനിട്ട് നമ്മളിപ്പോൾ ഷോട്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരയുന്നതായിരിക്കും. നമ്മൾ ഗ്ലിസറിനിട്ട് ആദ്യമോ കണ്ണീന്ന് നിന്ന് വെള്ളം വരില്ലേ, നമുക്കതൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സിനിമ ഇറങ്ങട്ടെ. അപ്പോൾ ശ്രീക്ക് കരയാൻ എളുപ്പമെന്നല്ല പറഞ്ഞത്. ശ്രീ പറയുന്നത് എൻ്റെ ലൈഫിലെ പല മോശം സിറ്റുവേഷൻസ് ഞാൻ ഓർത്തെടുക്കുമ്പോൾ തന്നെ കരഞ്ഞു പോവും. അങ്ങനെയുള്ളൊരു കാര്യം. ആര് പഠിപ്പിച്ചത്? മഹേഷ് ഭട്ട് സാർ പറഞ്ഞത്.